പ്രിയപ്പെട്ട കുട്ടികളെ, സ്വാഗതം. നമുക്ക് 10ാം ക്ലാസ്സിലെ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതി വിവരക്കണക്ക്, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യും. എന്തായാലും സ്കൂളൊക്കെ തുറന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങി, സുഹൃത്തുക്കളെയൊക്കെ കണ്ട് നമ്മുടെ പ്രതിസന്ധികളൊക്കെ ഏകദേശം അവസാനിച്ച് വാക്സിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. ഇപ്പൊ ജീവിതം വീണ്ടും ആ പഴയ പോലെ ഒന്ന് തളിർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തില് സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് ഈ 10ാം ക്ലാസ്സിലെ ഗണിത പാഠപുസ്തകത്തിലെ പഠിക്കാനുള്ള പാഠഭാഗങ്ങളിലെ ഏറ്റവും പ്രാധാന്യമുള്ള, മനോഹരമായിട്ടുള്ള, രസകരമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതി വിവരക്കണക്കിനെ പറ്റി ഒരു ചെറിയ കാര്യം ചർച്ച ചെയ്യാം. ഓക്കെ, 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ് മുതൽ തന്നെ നിങ്ങൾ ഈ സ്ഥിതി വിവരക്കണക്ക് പരിചയപ്പെട്ടു വരുന്നുണ്ട്. എന്തായിരുന്നു സ്ഥിതി വിവരക്കണക്ക്, എന്തായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്? ഒന്നുമില്ല, കുറെ ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുക, വിവര ശേഖരണം നടത്തുക അല്ലെ, ഡാറ്റ കളക്ഷൻ നടത്തുക അല്ലെ. കുട്ടികളുടെ മാർക്കുകൾ കളക്ട് ചെയ്യുക, കുട്ടികളുടെ ഉയരങ്ങൾ കളക്ട് ചെയ്യുക, മഴയുടെ അളവ് കളക്ട് ചെയ്യുക, അങ്ങനെ പല വിധത്തില് രാജ്യത്തെ ജനസംഖ്യ കളക്ട് ചെയ്യുക, മൃഗങ്ങളുടെ എണ്ണത്തിനെ കളക്ട് ചെയ്യുക, അങ്ങനെ കളക്ഷൻ ഓഫ് ഡാറ്റ. എന്നിട്ടോ ആ കിട്ടിയ വിവരങ്ങളെല്ലാം ഒന്ന് പട്ടികയാക്കി രൂപപ്പെടുത്തി വെക്കുക സൗകര്യപ്രദമായ രീതിയിൽ അല്ലെ. എന്നിട്ടോ ആ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ആ പട്ടികയെ പറ്റി ഒന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് പഠനം നടത്തുക. പഠനം നടത്തിയതിനു ശേഷം അതിനെ ഒന്ന് വിശകലനം ചെയ്യുക അല്ലെ, സ്റ്റഡി ചെയ്യുക ഡാറ്റയെ പറ്റി. എന്നിട്ട് അതിൽ നിന്ന് ചില കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക. ഇതൊക്കെ നമ്മൾ 8ാം ക്ലാസ് മുതൽക്ക് പരിചയിച്ചു വരുന്നുണ്ട്. ആ കളക്ട് ചെയ്ത ഡാറ്റയെ മുഴുവനും ചില ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ ഗ്രാഫിന്റെ രൂപത്തിൽ സൂചിപ്പിക്കുക, അതിൽ നിന്ന് ചില കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ 8ലും 9ലും ഒക്കെ കണ്ടു കഴിഞ്ഞു. 9ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കുറച്ച് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങി. എന്താണ്, ഇങ്ങനെ കളക്ട് ചെയ്ത ഡാറ്റയെല്ലാം നമ്മുടെ കയ്യിൽ വന്നു ചേർന്നാൽ നമ്മൾ ഏറ്റവും ആദ്യം അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ഡാറ്റയുടെ ശരാശരി എന്താണ് അല്ലെ. ഞാനൊരു വാക്ക് അവിടെ പ്രത്യേകമായിട്ട് ഉപയോഗിച്ചു, ശരാശരി എന്ന് പറയുന്ന ഒരു വാക്ക്. ആവറേജ്, നമ്മളെല്ലാം ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആവറേജ്, ശരാശരി. എന്തിനാണ് ഈ ശരാശരി? ഒന്നുമില്ല, നമ്മൾ ആ കളക്ട് ചെയ്ത ഡാറ്റയുടെ ഏകദേശ സ്വഭാവം നിർണ്ണയിക്കുന്ന നടുവിലുള്ള ഒരു സംഖ്യ, അത് തന്നെയാണ് ശരാശരി എന്ന് പറയുന്നത്. അതിനോട് ചുറ്റിപ്പറ്റിയാണ് കൂടുതൽ ആളുകൾ ഉള്ളത്. 9ാം ക്ലാസ്സിലെ ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയെ ഒരു ഗ്രാഫ് പോലെയൊക്കെ വരച്ച് കുത്തുകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ സൂചിപ്പിച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും. ഒരു പ്രത്യേക സംഖ്യയുടെ ചുറ്റുമായിരിക്കും ഇങ്ങനെ കൂടുതൽ കുത്തുകൾ കാണുക. നമ്മൾ തേനീച്ച ഇങ്ങനെ പൊതിയുന്ന പോലെ. ഡാറ്റയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, വിവരത്തിന് ചില സ്വഭാവമുണ്ട്. എന്താണ്, ഒരു പ്രത്യേക സംഖ്യയിലേക്ക് നമ്മൾ കളക്ട് ചെയ്യുന്ന ഗ്രൂപ്പിന്റെ ഒരു ചില പ്രാധാന്യത്തിനനുസരിച്ച് ഒരു പ്രത്യേക സംഖ്യയിലേക്ക് ഇങ്ങനെ കൂടുതൽ ആളുകൾ ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മൾ ജനങ്ങൾക്കൊക്കെ അതുണ്ടല്ലോ അല്ലെ, ഒന്നിങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കാനുള്ള ഒരു സ്വഭാവം അതുണ്ട്. അങ്ങനെ ഏത് സംഖ്യയിലേക്കാണ് ഇതിങ്ങനെ കൂടുതലായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത്, ആ സംഖ്യ കണ്ടെത്തുക. അതിന് നമ്മൾ പറഞ്ഞൊരു പേരായിരുന്നു ശരാശരി, ആവറേജ്. അത് കണക്കാക്കാനുള്ള ഒരു മാർഗം 9ാം ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മൾ കളക്ട് ചെയ്യുന്ന എല്ലാ ഡാറ്റയെയും കൂടി കൂട്ടുക, ആഡ് ചെയ്യുക, സമ്മ് കാണുക, എന്നിട്ടോ അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. പണ്ട് കാലം മുതൽക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആവറേജ്, ശരാശരി എന്ന് പറഞ്ഞാൽ എണ്ണത്തിന്റെ, ആ കൂട്ടത്തിന്റെ സം അല്ലെ, ഡിവൈഡഡ് ബൈ നമ്പർ, എണ്ണം. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം 9ാം ക്ലാസ്സിൽ അല്ലെ. നമ്മൾ അതിന്റെ കുറെ കണക്കുകളെല്ലാം ചെയ്തു. അപ്പൊ ശരാശരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൃത്യമായ ബോധം ഉണ്ടായിരിക്കണം. എന്താണ് ശരാശരി? നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു കൂട്ടം
ആളുകളുടെയോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഒക്കെ ഒരു ഡാറ്റ, ആ ഡാറ്റയുടെ ഏകദേശം മധ്യത്തിൽ കിടക്കുന്ന ഒരു വാല്യൂ കണ്ടെത്തുക. അതിനുവേണ്ടി ആ വാല്യൂവിന് നമ്മൾ പറയുന്ന പേരായിരുന്നു ആ ഡാറ്റയുടെ ശരാശരി അഥവാ ആവറേജ്. അത് കണക്കാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ആ ഒരു മെത്തേഡായിരുന്നു എല്ലാം കൂടി കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുക. അങ്ങനെ ചെയ്യുന്ന മെത്തേഡിനെ അപ്പൊ കിട്ടുന്ന വാല്യൂവിനെ നമ്മളൊരു പ്രത്യേക പേര് വിളിച്ചു. എന്താ പേര് വിളിച്ചത്? മീൻ എന്ന് പേര് വിളിച്ചു. മീനല്ല കേട്ടോ, മീൻ എന്ന് പേര് വിളിച്ചു. ഓർമ്മണ്ടല്ലോ അല്ലേ? എന്താ പേര് വിളിച്ചത്? മീൻ, അഥവാ മലയാളത്തിൽ മാധ്യം എന്ന് പേര് വിളിച്ചു. കറക്റ്റ് അല്ലേ? ഓക്കെ, മദ്യം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്, നടുവിലുള്ളത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് മാധ്യം എന്ന് നമ്മൾ അതിന് പേര് വിളിച്ചു. ഓക്കെ, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, എത്രത്തോളം കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെ, അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ എക്സാമ്പിൾ പറയാൻ പോവുകയാണ്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ, അതെന്താ മാഷ് ക്രിക്കറ്റ് കളിക്കാരനെ പറ്റി പറയുന്നത്? അതോ അത് രസമുള്ളൊരു കളിയാണ്, അതുകൊണ്ടാണ് മാഷ്ക്ക് ഇഷ്ടമുള്ള ഒരു കളിയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ത്യ ഓസ്ട്രേലിയയിൽ പോയിട്ട് നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് ദയനീയമായിട്ട് തോറ്റു എങ്കിൽ പോലും രണ്ടാമത്തെ ടെസ്റ്റ് നമ്മൾ മനോഹരമായിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരു സന്ദർഭം. അപ്പൊ അതുകൊണ്ട് ആ കളി ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ആ ക്രിക്കറ്റ് കളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ അല്ലെ? ഒരു ക്രിക്കറ്റ് കളിക്കാരൻ കുറച്ച് മാച്ചസ് കളിച്ചു. അവർ ലേശം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കളിക്കാരനാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത ശുഭ്മാൻ ഗില്ലിനെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റിയൊക്കെ ധാരാളം നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ ആ ഒരു ടാലന്റിനെ പറ്റിയൊക്കെ. അപ്പോ അത് കൺസിസ്റ്റന്റ് ആണ് പ്ലെയർ. എന്താ ഈ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാല് ഒരേ നിലവാരം സൂക്ഷിക്കുന്ന ഒരു പ്ലെയറാണ് അല്ലെ? ഒരു നിലവാരം സൂക്ഷിക്കുക, അതായത് ഇപ്പോഴും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ ഒരു മിനിമം ഗ്യാരണ്ടി. നമ്മൾ വിരാട് കോഹ്ലിനെ പറയുന്ന പോലെ ഈസ് എ മിനിമം ഗ്യാരണ്ടീഡ് പ്ലെയർ എന്ന് നമ്മൾ പറയും. എന്താണ്? എപ്പോ ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്, കുറച്ച് റൺ എടുക്കും, ഉറപ്പാണ്, പെട്ടെന്ന് പോവില്ല. പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം, പക്ഷെ എന്നാലും പരമാവധി ശ്രമിക്കും, ട്രൈ ചെയ്യും. അങ്ങനെയുള്ള ഒരു കളിക്കാരൻ കുറച്ച് മാച്ചസ് കളിച്ചു കണ്ടിന്യൂസ് ആയി. അങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ച സ്കോറുകൾ ഞാൻ ഇവിടെ നിന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. 32 ആദ്യത്തെ മാച്ചിൽ ലഭിച്ച സ്കോർ. അടുത്ത മാച്ച് ആയപ്പോഴേക്ക് ലേശം കുറഞ്ഞു, 29, കുഴപ്പമില്ല. അടുത്ത മാച്ചിൽ 30, അടുത്ത മാച്ചിൽ 41, അടുത്ത മാച്ചിൽ 45, അടുത്ത മാച്ചിൽ 43. ഇങ്ങനെയൊക്കെ സ്കോർ ചെയ്യും. അതെ, ഹാഫ് സെഞ്ചുറി തയ്ക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അത് പോട്ടെ, ചിലപ്പോൾ 20 ഒക്കെ ആയിരിക്കാം, സമയം കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പൊ ഇത്രയും സ്കോർ ചെയ്ത് എത്ര മാച്ചസ്? 1, 2, 3, 4, 5, 6 മാച്ചസ് കളിച്ചിട്ട് അദ്ദേഹം ഓരോ മാച്ചിലും സ്കോർ ചെയ്തിരിക്കുന്ന റൺസുകളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്കോറുകൾ. ഒരു കളിക്കാരനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക? ഒരു കളിക്കാരനെ നമ്മൾ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ ആവറേജ് നോക്കിയിട്ടാണ്, എടുത്ത റൺസിന്റെ ആവറേജ്, ശരാശരി നോക്കിയിട്ടാണ് അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ട് പലവരുടെയും ശരാശരി. ഡോൺ ബ്രാഡ്മാന്റെ ശരാശരി ആവറേജ് എന്ന് പറയുന്നത് 99.99 എന്നാണെന്ന് പറയുന്നത്. അതായത് ഒരുവിധം എല്ലാ കളിയിലും സെഞ്ചുറി അടിച്ചിട്ടുണ്ടാവും എന്നർത്ഥം. ഒരുവിധം എല്ലാ കളിയിലും സെഞ്ചുറി അടിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന് 90 കിട്ടേണ്ടതായിരുന്നു ശരാശരി, പക്ഷെ ഏതോ ഒരു കളിയിൽ അദ്ദേഹം പെട്ടെന്ന് ഔട്ടായി പോയി, ഒറ്റ കളിയിൽ. അതുകൊണ്ടാണ് ആ ശരാശരി 99 മാറിയത്. അപ്പൊ എപ്പോഴും ഒരു കളിക്കാരനെ നമ്മൾ വിലയിരുത്തുന്നത് അദ്ദേഹം എടുക്കുന്ന റൺസിന്റെ ശരാശരി നോക്കിയിട്ടാണ്. ഒരു ഇന്നിങ്സ് മാത്രം വെച്ചിട്ടല്ല, ഒരു കളിയിലെ സ്കോർ മാത്രം വെച്ചിട്ടല്ല, ശരാശരി നോക്കിയിട്ടാണ്. അങ്ങനെ ശരാശരി ഒരു നല്ലൊരു സംഖ്യ ആണെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയുക ഹീസ് എ കൺസിസ്റ്റന്റ് പ്ലെയർ. അങ്ങനെ നമ്മൾ പറയും ഹീസ് എ റിലയബിൾ പ്ലെയർ എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോഴാണ്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരനാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ സ്കോറുകൾ നോക്കിയാൽ അറിയാലോ, നമുക്ക് ഏകദേശം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരനായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ ഉടനെ അടുത്ത ചോദ്യം വരിക അദ്ദേഹത്തിന്റെ ആവറേജ് എന്താണ് എന്നാണ് ചോദ്യം വരിക. എങ്ങനെയാണ് ഇതിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 9ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന മെത്തേഡ് ഉപയോഗിക്കാം. എന്ത്? മീൻ എന്ന് പറയുന്ന മെത്തേഡ്, മാധ്യം എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. എന്താണ് മാധ്യം എന്ന് പറയുന്ന മെത്തേഡ്? എല്ലാം കൂടി കൂട്ടി അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. സോ നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ടൊന്ന് ഹരിക്കാം. ഞാൻ ഒന്ന് കൂട്ടാൻ പോകണം. 32, 29, 30, 41, 45, 43 കൂടി ഇത് കൂട്ടാൻ പോവുകയാണ്. അപ്പൊ 3, 5, 8, 8, 1, 9, 9, 18, 18, 2, 20, 0, ബാക്കി 2, 2, 4, 6, 6, 4, 10, 14, 14, 14, 3, 17, 17, 19, 19, 3, 22. ഓക്കെ, 200. അതിനെ എണ്ണം കൊണ്ട് ഹരിക്കാം.
വേണ്ടേ? ശരി, നമുക്ക് എണ്ണം കൊണ്ടായിരിക്കും. എത്ര ഉണ്ട്? 1 2 3 4 5 6 എണ്ണം ഉണ്ട്. സോ 220 ഡിവൈഡഡ് ബൈ 6. നമുക്ക് ഹരിച്ചു നോക്കാം അല്ലെ. 220 6 കൊണ്ട് ഹരിക്കുമ്പോ ഈ 2 പോവില്ല. 22 6 എത്ര പ്രാവശ്യം പോകുന്നുണ്ട് നോക്കാം അല്ലെ. 3 18 3 പ്രാവശ്യം പോകുന്നുണ്ട്. 3 18. ഓക്കെ, ബാക്കി 4 40. 40 6 പ്രാവശ്യം. 6 36. ബാക്കി വീണ്ടും 4 വരും. അപ്പൊ വീണ്ടും ഒരു 6 വരും. പിന്നെ അതങ്ങനെ തുടർച്ചയായിട്ട് പോകും. 6 6 അപ്പൊ നമുക്ക് ഇതിന്റെ ആവറേജ് അഥവാ മീൻ എന്ന് പറയുന്നത് എത്ര എഴുതാം? 220 ടോട്ടൽ ഡിവൈഡഡ് ബൈ 6 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 36.67 എന്ന് എഴുതാം അല്ലെ. 36.67 റൗണ്ട് ചെയ്തിട്ട് വേണമെങ്കിൽ 37 എന്നൊക്കെ നമുക്ക് പറയാം. അതായത് 6 മാച്ച് കളിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത്, ശരാശരി എന്ന് പറയുന്നത്, മാധ്യം എന്ന് പറയുന്നത്, മീൻ എന്ന് പറയുന്നത് 36.67. നല്ലൊരു ആവറേജ്. ഇപ്പോഴത്തെ സാഹചര്യത്തില് കളിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ അത് നല്ലൊരു ആവറേജ്. എന്താണ് ഈ 36.67 എന്ന് പറയുന്ന ആവറേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്? അദ്ദേഹം കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഈ ഒരു റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിനോട് അടുത്ത് കുറച്ച് കൂടുതലാവാം, അല്ലെങ്കിൽ കുറച്ച് കുറവാവാം. ഇതാണ് ഈ വില കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നല്ല, അദ്ദേഹത്തിനെ കളിക്കാനായിട്ട് വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് ഒരു 36.67 അടുത്തൊക്കെ ഉള്ള റൺസ് നേടിയിട്ടുണ്ടാവും. ചിലപ്പോൾ കുറച്ച് കുറയാം, ചിലപ്പോൾ കൂടുതലാവാം, കുറച്ച് കൂടുതലാവാം. ഏകദേശം ഇത്രയും റൺസ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ഈ വാല്യൂവിന്റെ അർത്ഥം. വേറൊന്നുമല്ല, അതാണ് ഈ വാല്യൂവിന്റെ അർത്ഥം. അപ്പൊ ഒരു ബാറ്റ്സ്മാന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ. എന്താണ്? അദ്ദേഹത്തിന് കളിക്കാൻ വിട്ടു കഴിഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം ആ ഒരു സംഖ്യക്ക് അടുത്തിട്ടുള്ള റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടാവും. അതിനേക്കാൾ വല്ലാതെ കുറയുമില്ല, വല്ലാതെ കൂടുതലും ആയിരിക്കില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കൊരു ക്രിക്കറ്റ് കളിയില് അങ്ങനെ കൂടെ ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ചില സന്ദർഭത്തില് ചിലപ്പോൾ നല്ല ഫോമിൽ നിൽക്കുന്ന ദിവസമാണെങ്കിൽ അദ്ദേഹം കുറച്ചും കൂടി സ്കോർ ചെയ്തേക്കാം. അങ്ങനെ ഒരു ദിവസം, അദ്ദേഹത്തിൻ്റെതായ ഒരു ദിവസം, 7ാമത്തെ മാച്ചില് അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഒരു 100 റൺസ് ആണ് സ്കോർ ചെയ്തു. ആദ്യത്തെ ഹാഫ് സെഞ്ചുറി ആക്കി മാറ്റി. 100 റൺസ് ആണ് സ്കോർ ചെയ്തു. അപ്പൊ 7 ഇന്നിങ്സ് ആയപ്പോഴേക്ക്, 6 ഇന്നിങ്സ് കളിച്ചപ്പോ അദ്ദേഹത്തിന്റെ ശരാശരി 36.67 ആണ് കേട്ടോ. 7ാമത്തെ ഇന്നിങ്സ് ആണ് കളിച്ചപ്പോഴേക്ക് ഒരു 100 കൂടി അദ്ദേഹം അടിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ശരാശരി എന്ന് പറയുന്നത്, മീൻ എന്ന് പറയുന്നത്? നമുക്ക് നോക്കട്ടെ. യെസ്, അപ്പൊ എന്താ വേണ്ടു? എല്ലാം കൂടി കൂട്ടിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നേരത്തെ നമുക്ക് ഇതിപ്പോ 6 ഇന്നിങ്സിലാണ് അല്ലെ, 6 ഇന്നിങ്സിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി 7 ഇന്നിങ്സ് ആണെങ്കിൽ എന്താണ് നോക്കാം. 7ാമത്തെ ഇന്നിങ്സും കൂടി വരുമ്പോഴേക്ക് എന്താ? ഇത് 6 എണ്ണത്തിൽ നിന്നാണ്, ഇത് 7 എണ്ണത്തിൽ നിന്നാണ്. ഓക്കെ, നോക്കാം. അപ്പൊ ഒരു 100 കൂടി പറഞ്ഞാൽ 220 കൂടെ 100 കൂടി. അപ്പൊ എത്രയായി? 320 ആയി. 320 ഡിവൈഡഡ് ബൈ 7 ആയി. 320 ഡിവൈഡഡ് ബൈ 7 ആയി. 320 നമുക്ക് 7 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. 320 7 കൊണ്ട് ഹരിക്കുമ്പോ 32 7 അല്ലെ. അപ്പൊ എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 4 7 28 അല്ലെ. 4 7 28. പിന്നെ ബാക്കി എത്ര വരുന്നുണ്ട്? 40. 40 എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 40 7 39 അല്ലെ. ശരിയല്ലേ? 7. അപ്പൊ 47 പോയിന്റ്. ബാക്കി പിന്നെ 10 എന്നൊരു 1, അങ്ങനെ 47.1 ഏകദേശം. കണ്ടോ? ഇപ്പൊ എന്ത് സംഭവിച്ചു ഇവിടെ? 6 ഇന്നിങ്സ് കളിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശരാശരി 36.67 ആയിരുന്നത് ഒരു ഇന്നിങ്സിൽ ഒരു 100 റൺസ് അടിച്ചപ്പോഴേക്ക് എത്രയിലേക്ക് എത്തി? 47.1 എത്തി അല്ലേ? അതിന്റെ അർത്ഥം അദ്ദേഹം ഏതെങ്കിലും ഒരു മാച്ചിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും 47.1 അല്ലെങ്കിൽ 50 റൺസിന്റെ അടുത്ത് സ്കോർ ചെയ്യുമെന്നാണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം, ഈ ശരാശരിയുടെ അർത്ഥം. പക്ഷെ ഈ ഒരു ലിസ്റ്റ് നോക്കിയോക്കാം, അതിന് സത്യം ഉണ്ടോ? ഇല്ലല്ലോ. ഈ വാല്യൂ ഓക്കെ, 36.67 ഓക്കെ, 36.67 അടുത്ത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറിയ സ്കോറിനും വലിയ വ്യത്യാസമില്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്കോറിനും വലിയ വ്യത്യാസമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഈ സ്കോറിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചെറിയ സ്കോറിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്, അതേപോലെ അദ്ദേഹത്തിന്റെ വലിയ സ്കോറിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്, നല്ല വേരിയേഷൻ വന്നിട്ടുണ്ട് അല്ലെ?
അപ്പോ ഈ പറഞ്ഞ ഏഴാമത്തെ ഇന്നിങ്സ് കഴിഞ്ഞപ്പോ കിട്ടിയിരിക്കുന്ന ആവറേജ് ശരാശരി നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്നതാണോ? അല്ല. അതിന് വിശ്വാസയോഗ്യത കുറച്ച് കമ്മിയുണ്ട്, അല്ലെ? വിശ്വാസയോഗ്യത കുറച്ച് കമ്മിയുണ്ട്. ഇനിയിപ്പോ ഇയാള് 100 പകരം 200 അടിച്ചിരുന്നെന്ന് വിചാരിക്കാം. അപ്പൊ ശരാശരി ഇതിലേറെ നല്ല വലിയൊരു ശരാശരിയായിട്ട് മാറും ഒറ്റ ഇന്നിങ്സ് കൊണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെ വിലയിരുത്താൻ പറ്റുമോ? പറ്റില്ല എന്നർത്ഥം, അല്ലെ? അപ്പോ മീൻ എന്ന് പറയുന്ന സാധനം, അതായത് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഈ ആവറേജ് ശരാശരി നമുക്ക് വിശ്വാസയോഗ്യമല്ലാതെ വരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ട് എന്നർത്ഥം. ചില സന്ദർഭങ്ങളുണ്ട്. എപ്പോ? യെസ്, നമ്മളിപ്പോ നേരത്തെ കണ്ട പോലെ ഇതിലുള്ള ഏതെങ്കിലും ഒരു സംഖ്യ, ഒരു ഡാറ്റ വല്ലാതെ ഉയർന്നു പോവുകയോ, ഇനിയിപ്പോ ഈ 100 പകരം 0 ആയിരുന്നു എന്ന് വിചാരിക്കുക, അപ്പൊ നമ്മുടെ ആവറേജ് ഇനി വല്ലാതെ താഴുക ചെയ്യാം. അതും വിശ്വാസയോഗ്യതയാണോ? അല്ല, അല്ലെ? അതേ അത്ര മോശക്കാരനൊന്നുമല്ല, ഒരു ഇന്നിങ്സിന് മാത്രം കുറച്ച് മോശമായിന്നേ ഉള്ളൂ. അതുകൊണ്ട് ആവറേജ് നല്ലോണം കൂടെ താഴെ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ വിലയിരുത്താൻ പറ്റുമോ? പറ്റില്ല. ഒരു ഇന്നിങ്സ് അദ്ദേഹം വല്ലാതെ അടിച്ചു എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഭയങ്കര മഹാനായ പ്ലെയറായി എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. കുറെ മാച്ചസ് കളിച്ചിട്ട് ശരാശരി എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ വലിയ വേരിയേഷൻസ് ഒന്നും ഇല്ലാത്ത ഇന്നിങ്സുകൾ എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ആയിട്ട് പറയാൻ പറ്റൂ, അല്ലെ? ഇപ്പൊ മാഷ് പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, മീൻ എന്ന് പറയുന്ന ആവറേജ് കണക്കാക്കുന്ന രീതിക്ക് ചില ഡ്രോബാക്കുകൾ ഉണ്ട്. എന്താണ് ആ ഡ്രോബാക്ക്? നമ്മൾ എടുത്തിരിക്കുന്ന ഡാറ്റയിലെ ഡാറ്റകൾ തമ്മിൽ വലിയ അന്തരമുണ്ടെങ്കിൽ, വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, വല്ലാതെ കുറവോ വല്ലാതെ കൂടുതലോ ഒക്കെ ആയി വന്നാൽ നമുക്ക് കിട്ടുന്ന മീൻ എന്ന് പറയുന്ന വാല്യൂ അത്ര റിലയബിൾ അല്ല, അത്ര വിശ്വാസയോഗ്യമല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതിൽ വേരിയേഷൻസ് ഉണ്ടാവും എന്നർത്ഥം. അതായത് ഏറ്റവും കുറഞ്ഞ വിലയും ഇതും തമ്മിലുള്ള വേരിയേഷൻ വല്ലാതെ വലുതായിരിക്കും, ഏറ്റവും കൂടുതലും ഇതും തമ്മിലുള്ള വേരിയേഷനും വല്ലാതെ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു ആവറേജ് നമുക്ക് കിട്ടുന്നത് അത്ര സുഖകരമായ കാര്യമല്ല. അത് വെച്ചുകൊണ്ട് നമുക്ക് ആ ഗ്രൂപ്പിനെ വിലയിരുത്താൻ സാധിക്കില്ല എന്നർത്ഥം. അതിനെപ്പറ്റി ഒരു പ്രഡിക്ഷൻ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. നിങ്ങൾ ഇനിയും അങ്ങനത്തെ സന്ദർഭങ്ങൾ ആലോചിച്ച് നോക്കിക്കോട്ടോ. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കൊക്കെ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ആർക്കെങ്കിലും മഹാഭാവം ഒരു കുട്ടിക്ക് മാത്രം 0 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിന്റെ ശരാശരി നല്ല വ്യത്യാസമുണ്ട്. ആരെങ്കിലും ഒരാൾക്ക് ഭയങ്കര മാർക്ക് ഫുള്ള് കിട്ടിയിരുന്നു എന്ന് വിചാരിക്കുക, അപ്പോഴും ശരാശരിക്ക് വ്യത്യാസം വരും. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരം ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരാൾ മാത്രം ഭയങ്കര ഉയരത്തിലുള്ള ആളാണെങ്കിൽ ശരാശരിയിൽ വ്യത്യാസം വരും. തൂക്കം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരാൾ മാത്രം നല്ല തടിയുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ മാത്രം ഇങ്ങനെ വളരെ വലിച്ച തടി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ശരാശരിക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ ശരാശരി റിലയബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന വാല്യൂസ് തമ്മിൽ ഇങ്ങനെ വലിയ അന്തരമൊന്നും ഉണ്ടാവാൻ പാടില്ല. ശരാശരിയല്ല, മീന് നമുക്ക് റിലയബിൾ ആവണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ ഇവിടെ ശരാശരി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചാൽ മീൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ മാത്രമാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് നല്ലൊരു വാല്യൂ ആയിട്ട് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വേരിയേഷൻ അധികം വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരാശരി, പക്ഷെ അങ്ങനെ അല്ലാത്തത് മാത്രമേ നമുക്ക് ജീവിതത്തിൽ കളക്ട് ചെയ്യുമ്പോൾ കിട്ടുമെന്ന് ചോദിച്ചാൽ അല്ലല്ലോ, ഇങ്ങനത്തെ കിട്ടുമല്ലോ. ഇതൊക്കെ സ്വാഭാവികമായ കാര്യമല്ലേ. ഒരാൾ നല്ല സ്കോർ ചെയ്യുക ഏതെങ്കിലും ഒരു മാച്ചില്, അത് സ്വാഭാവികമായ കാര്യമാണ്, അതിന് തെറ്റു പറയാൻ പറ്റില്ല. അപ്പൊ ആ ഡാറ്റയുടെയും ഒരു ആവറേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ, അവിടെയും നമുക്ക് കൃത്യമായ, നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കണ്ടേ വേണം, അല്ലെ? അല്ലാതെ ഇതാണ് ഒഴിവാക്കിയിട്ട് 100 ഒഴിവാക്കിയിട്ട് ശരാശരി കണ്ടാൽ മതി എന്ന് പറയാൻ പറ്റുമോ? അത് ശരിയല്ല. അതൊക്കെ വേണം. അതൊക്കെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ ഒരു ഭാഗം തന്നെയാണ്. തൂക്കം എടുക്കുമ്പോൾ ഒരാൾ നല്ല തൂക്കമുള്ള ഒരാളാണെങ്കിൽ അതുകൂടി അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ശരാശരി കാണാന്. അപ്പൊ ഈ മീൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ശരാശരി കണക്കാക്കുക, ആവറേജ് കണക്കാക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ ഏർപ്പാടല്ല എല്ലായ്പ്പോഴും. അതുകൊണ്ട് തന്നെ മാഷ് ഇവിടെ ഈ 7ാമത്തെ ഇന്നിങ്സ് കഴിഞ്ഞപ്പോ ആവറേജ് കണക്കാക്കാൻ മറ്റൊരു മാർഗമാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് നോക്കുക കേട്ടോ, മറ്റൊരു മാർഗമാണ് ഞാൻ ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. മീനല്ല, വേറൊരു മെത്തേഡ്. എന്താണ് മെത്തേഡ് ശ്രദ്ധിച്ചോട്ടോ. ഞാൻ ഈ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഇന്നിങ്സിലെ സ്കോറുകളെയൊക്കെ ഒന്ന് ഒരു അസെൻഡിങ് അല്ലെങ്കിൽ ഒരു ഡിസെൻഡിങ് ഓർഡറിൽ ഒന്ന് എഴുതാൻ പോവുകയാണ്.
ഓക്കെ, ഞാൻ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. ഏറ്റവും ചെറുത് നോക്കി ഏതാണ്? 29. അടുത്തത് നോക്കി എത്രയാ? 30. അടുത്തത് നോക്കി എത്രയാ? 32. അടുത്തത് നോക്കി എത്രയാ? 41. പിന്നെ 43. പിന്നെയോ 45. പിന്നെയോ അവസാനം 100. എണ്ണി നോക്കണം. എണ്ണ ശരിയല്ലേ? 1 2 3 4 5 6 7. ഓക്കെ, ശരി. അപ്പൊ 7 ഇന്നിങ്സ് കഴിഞ്ഞപ്പോഴേക്ക് ഒരു ഇന്നിങ്സിൽ മാത്രം നല്ല സ്കോർ കിട്ടിയതുകൊണ്ട് ഞാൻ ഇനി ആവറേജ് കണക്കാക്കുന്നത് മീൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടല്ല. ഞാൻ മറ്റൊരു രീതിയിലൊന്ന് കണക്കാക്കി നോക്കുകയാണ്. ശരിയാവുമോ നോക്കാം. അതായത് നമുക്ക് വലിയ പ്രശ്നമില്ലാത്തൊരു വാല്യൂ കിട്ടണം. ഈ പ്രശ്നമില്ലാത്ത വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം നടുവിലുള്ള വാല്യൂ, മിഡിൽ വാല്യൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മിഡിലേക്ക് ഇങ്ങനെ ടെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ട്. മിഡിൽ വാല്യൂ കിട്ടണം. ഞാൻ ഈ എഴുതിയിരിക്കുന്ന 7 ഇന്നിങ്സുകളുടെ മിഡിൽ വാല്യൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. മിഡിൽ വാല്യൂ 7 എടുപ്പല്ലേ? 1 2 3 4 1 2 3. ഈ 3 ഞാൻ ഒഴിവാക്കാൻ പോവാണ്. ഏതൊക്കെ? ഈ 3 ഈ 3. എന്നിട്ട് ഞാൻ ഈ വാല്യൂ ഒന്ന് എടുക്കാൻ പോവുകയാണ്. ഏതാണ് ആ വാല്യൂ? 41 എന്ന് പറയുന്ന വാല്യൂ ഞാൻ അങ്ങനെ എടുക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ അങ്ങനെ എടുക്കുകയാണ്. അപ്പൊ 41 എന്ന് പറയുന്ന വാല്യൂ ഞാൻ പറയുകയാണ്. 7 ഇന്നിങ്സ് കഴിഞ്ഞപ്പോഴും നമ്മുടെ ബാറ്റ്സ്മാന്റെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 41 ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ വലിയ പ്രശ്നമില്ലല്ലോ. ഇപ്പോഴത്തെ 41 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ മീനിനോട് ഏകദേശം അടുത്ത് കിടക്കുന്നത് തന്നെയല്ലേ? 47.7 ഇതും തമ്മിലുള്ള വ്യത്യാസത്തിനേക്കാൾ കുറവല്ലേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? ഇത് ഏകദേശം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ അല്ലേ? അതായത് അയാളുടെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 40നോട് അടുത്തായിരിക്കും. 40നേക്കാൾ കുറച്ച് കുറവായിരിക്കാം, 40നേക്കാൾ കുറച്ച് കൂടുതലായിരിക്കാം എന്ന് പറഞ്ഞാൽ വിരോധമില്ലല്ലോ. യെസ്. അപ്പോ ചില സന്ദർഭങ്ങളിലെങ്കിലും മീൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നല്ല മെത്തേഡ് അല്ല, നല്ലൊരു രീതിയല്ല. അതിന് പകരമായിട്ട് നമ്മൾ ഇനി ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ്, ആൾട്ടർനേറ്റീവ് മെത്തേഡാണ്. ഏത്? ഈ എഴുതിയിരിക്കുന്ന സാധനം. എന്താണ് ഞാൻ ഇവിടെ ചെയ്തത്? ഒന്നുമില്ല. എന്റെ ഡാറ്റയെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ്, ആരോഹണ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതിയതിനു ശേഷം അതിന്റെ മിഡിൽ വരുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു എന്നർത്ഥം. നമ്മൾ അരിതമെറ്റിക് സീക്വൻസ് പഠിച്ചപ്പോൾ ഇതേപോലെ മിഡിൽ വാല്യൂവിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അല്ലെ? ഇതിന്റെ സമ്മ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? മിഡിൽ വാല്യൂവിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. എപ്പോ? ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ എണ്ണം. ഈവൻ നമ്പർ ആണെങ്കിലോ ഓക്കെ, ഈവൻ നമ്പർ ആയാലും പ്രശ്നമില്ല. 2 വാല്യൂവിനെ എടുത്ത് കൂട്ടി അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ പകുതി കണ്ടെത്തിയാൽ മതി. അപ്പോ ഞാനിത് ഒരു ഇന്നിങ്സ് കൂടി ഇവിടെ ചേർത്ത് 8 ആക്കി എന്ന് വിചാരിക്കുക. 8 ആക്കി കഴിഞ്ഞെന്ന് വെച്ചാൽ അതിന്റെ മിഡിൽ വാല്യൂ കണ്ടെത്താന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? നടുവിൽ വരുന്ന 2 എണ്ണത്തിന്റെ പകുതി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതൊക്കെ നമ്മൾ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന പാഠത്തിന്റെ സമ്മ് കാണുന്ന സന്ദർഭത്തിൽ വിശദീകരിച്ചിട്ടുണ്ടാവും. ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാ. ആ ചാപ്റ്ററിലേക്കുള്ള ഒരു കണക്ഷൻ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാ. ഈ അധ്യായത്തിലെ അരിതമെറ്റിക് സീക്വൻസിന്റെ കുറെ ഉപയോഗങ്ങള്, കുറെ കൺസെപ്റ്റുകള്, ചിന്തകൾ നമുക്ക് വരുന്നുണ്ട്. ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ അഥവാ നമ്മൾ ഒന്നുകിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയതിനു ശേഷം അതിന്റെ മിഡിൽ വാല്യൂ കണ്ടെത്തുന്ന ആ മെത്തേഡിനെ, അതിപ്പോ നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആയാലും ശരി, ഈവൻ നമ്പർ ആയാലും ശരി, മിഡിൽ വാല്യൂ കണ്ടെത്തുന്ന ആ മെത്തേഡിനെ, ആ ആവറേജിനെ, അങ്ങനെ കിട്ടുന്ന ആവറേജിനെ നമ്മൾ ഇനി വിളിക്കുന്ന പേര് എന്താണെന്നറിയോ? മീഡിയൻ അഥവാ മധ്യമം എന്നാണ്. എന്താ പേര് വിളിക്കുക? മീഡിയൻ അഥവാ മധ്യം. നമ്മൾ നേരത്തെ മാധ്യമാണ് കണ്ടിരുന്നത്. ഇപ്പൊ അത് മെത്തേഡ് മാറി, ആവറേജ് തന്നെയാണ്, പക്ഷെ എന്തായി? മധ്യമം എന്നായി. അഥവാ നമ്മൾ അതിന് മീഡിയൻ എന്ന് പേര് വിളിക്കും. മീഡിയൻ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള ആവറേജ് എന്ന് പറയുന്നത് മീനിനേക്കാൾ. എന്നാൽ രണ്ടും ഏകദേശം അടുത്തടുത്ത് കിടക്കുന്ന സന്ദർഭങ്ങളുണ്ട്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ആൻസർ കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം എപ്പോഴാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത്. ഞാനൊരു ഉദാഹരണം, നമ്മൾ ടെക്സ്റ്റ് ബുക്കില്
നമുക്കൊരു മെത്തേഡ് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കണക്ക് പറഞ്ഞു. അപ്പൊ എന്താണ് മീഡിയൻ എന്നുള്ളത് ക്ലിയർ അല്ലേ? എന്താ മീഡിയൻ? ഒന്നുകിൽ ആവറേജ് അല്ല, പിന്നെ ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ എഴുതുക, അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക, മിഡിൽ വാല്യൂ കണ്ടെത്തുക. അതിപ്പോ ഓഡ് നമ്പർ ആണെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ട് മിഡിൽ വാല്യൂ കിട്ടും. ഈവൻ നമ്പർ ആണെങ്കിൽ രണ്ടും കൂടി കൂട്ടിയിട്ട് മിഡിലുള്ള രണ്ടെണ്ണം കൂടി കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിത് മാറ്റോട്ടെ. യെസ്, ആക്കിയാണ് കേട്ടോ. ഇനി ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയാൻ പോവാണ്. എന്താണ്? ലോങ് ജമ്പ് പരിശീലനത്തിൽ ഒരാൾ ചാടിയ ദൂരങ്ങൾ തന്നിട്ടുണ്ട്. ലോങ് ജമ്പ് പരിശീലനത്തിൽ നമുക്ക് ലോങ് ജമ്പ് പരിശീലനം നോക്കാം അല്ലെ? ലോങ് ജമ്പ് ചാടിയില്ലേ? ചാടിയില്ല, കാല് കേട്ട് വെക്കരുത് കേട്ടോ. ഹൈ ജമ്പ് തീരെ വേണ്ട. ശരി, ഓക്കെ. 6.10, പിന്നെയോ 6.20, പിന്നെയോ 6.18, then വീണ്ടും 6.20. അങ്ങനെ കേട്ടോ. ഒരേ തന്നെ ചാടാം. 6.25, പിന്നെയോ 6.21, 6.15, 6.10. എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. കറക്റ്റ്. ദൂരമെല്ലാം മീറ്ററിലാണ്. ലോങ് ജമ്പ് ചാടിയിരിക്കുന്ന ദൂരമെല്ലാം എന്താണ്? മീറ്ററിലാണ്. ഇവയുടെ മധ്യമവും മാധ്യവും കണ്ടുപിടിക്കാനാണ്. നമ്മളിപ്പോ ചെയ്ത രണ്ട് മെത്തേഡിൽ ഉത്തരം കണ്ടുപിടിക്കണം. മീനും വേണം, മീഡിയനും വേണം. രണ്ടും വേണം. ഇവ തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം എനിക്ക് വേണ്ടത് ഇതിന്റെ മീൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് കേട്ടോ. ഞാൻ ആദ്യം മീൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഡിവൈഡഡ് ബൈ നമ്പർ അല്ലെ? സം എന്ന് പറഞ്ഞാൽ കൂട്ടിയിട്ട് അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എനിക്ക് അതൊന്ന് സം ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ എന്റെ കാൽക്കുലേറ്റർ ഒന്ന് എടുത്തു. ഇത് കുറെ ചെറിയ സംഖ്യകളുണ്ട്, കൂട്ടാൻ അത്ര എളുപ്പമല്ലല്ലോ. ഞാൻ അതുകൊണ്ട് കാൽക്കുലേറ്റർ എടുത്താട്ടോ, നിങ്ങൾ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ 6.10 പ്ലസ് 6.20 പ്ലസ് 6.18 പ്ലസ് വീണ്ടും 6.20 പ്ലസ് 6.25 പ്ലസ് 6.21 പ്ലസ് 6.15 പ്ലസ് 6.10 ഈക്വൽ ടു ഓക്കെ. എനിക്ക് ഉത്തരം 49.39. ശരിയാണോ എനിക്ക് അറിയില്ല കേട്ടോ, നിങ്ങളെ ചെയ്ത് നോക്കണം. കാരണം എന്താ അറിയോ, ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഏതെങ്കിലും ഒന്ന് മിസ്സായി പോയാൽ മതി. അതിന്റെ ഇടയിൽ നമ്മൾ ഈ കാൽക്കുലേറ്ററിൽ അമർത്തുമ്പോൾ ഏതെങ്കിലും ഒന്ന് മാറി പോയാൽ മതി. ശ്രദ്ധിക്കണം കേട്ടോ, നോക്കണേ. 49.39 ഡിവൈഡഡ് ബൈ എത്ര ഉണ്ട്? 8 അല്ലേ നമ്മൾ പറഞ്ഞ 8. ഓക്കെ, ഞാൻ അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഡിവൈഡ് ബൈ 8 ഈക്വൽ ടു ഓക്കെ, ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട് 6.17. 6.1737 എന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതിന് 6.17 മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അത്ര മതി. അപ്പൊ നമുക്കൊരു ഉത്തരം 6.17. എന്റെ മീൻ ആവറേജ് ആണ്, ശരാശരിയാണ്. ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? അയാള് ഒരു ശരാശരി ഇത്ര ഉയരം 6.17 എന്ന് പറയുന്ന ഉയരല്ലോ അല്ലെ, ലോങ് ജമ്പ് അല്ല, നീളം ചാടിയിട്ടുണ്ടാവും. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമല്ല. അതായത് അതിനേക്കാൾ കുറച്ച് കുറവാവാം, അതിനേക്കാൾ കുറച്ച് കൂടുതലാവാം. നോക്കിയൊക്കെ ഏറ്റവും വലിയ വില ഇവിടെ 6.25 6.17 6.25 തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഏറ്റവും കുറവ് വില വന്നിരിക്കുന്നത് 6.10 എന്നാണ്. അതും ഇത് തമ്മിൽ 6.17 തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ലല്ലോ. ഏകദേശം സെയിം ആയിട്ട് തന്നെയല്ലേ കിടക്കുന്നത്, വ്യത്യാസങ്ങൾ ഏകദേശം സെയിം ആയിട്ട് തന്നെയല്ലേ കിടക്കുന്നത്, വലിയ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ലല്ലോ. യെസ്, അപ്പൊ ഇനി എനിക്ക് മീഡിയൻ കാണാം. ഓക്കെ, ഞാൻ മീഡിയൻ കാണാൻ പോകും. മീഡിയൻ ഇസ് ഈക്വൽ ടു എങ്ങനെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാം? യെസ്, ഒന്നുകിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. ശരിയാണ്, എഴുതാൻ പോകും. അപ്പൊ ഇതിൽ ഏറ്റവും കുറവുള്ളത് എഴുതണം 6.10. റെഡി. ഇനി ഇതിൽ ഏറ്റവും കുറവ് ഏതാ? 6.10 കഴിഞ്ഞാല് 6.15 വരുന്നുണ്ട്. 6.10 രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ.
നമ്മുടെ രണ്ടെണ്ണം വരണം. ഒന്ന് എഴുതിയാൽ മതി. വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. അല്ലാതെ ഇങ്ങനെ 2 പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല. അത് വെറുതെ റിപ്പീറ്റേഷൻ മാത്രമേ ഉള്ളൂ, ഒരു കാര്യമില്ല. ഇപ്പൊ 6.10. ഇനി അടുത്ത ഏതാണ്? 6.15. ശരി, 6.15. ഓക്കെ. ഇനിയോ 6.15 കഴിഞ്ഞാൽ പിന്നെ അതിലത്തെ ഏറ്റവും ചെറുത് 6.18. 6.18. 6.18 കഴിഞ്ഞാൽ പിന്നെ 6.20 അല്ലെ? 6.20. പിന്നെയോ 6.18 കഴിഞ്ഞു, 6.20 കഴിഞ്ഞു, 6.21 ഉണ്ട് ഇവിടെ. 6.21. അത് കഴിഞ്ഞിരുന്ന വെച്ചാലോ ഒരു 6.25 ഉണ്ട്, 6.25 ഉണ്ട്. റെഡിയല്ലേ? കേട്ടോ, 6.10 വന്നു. ഓക്കെ, ഇതൊക്കെ വേണമെങ്കിൽ ഒന്നും വെട്ടിയാൽ മതി. നമ്മൾ എഴുതുന്ന നമ്പേഴ്സ് എന്നാ പിന്നെ തെറ്റു വരില്ല. എല്ലാം തന്നെ വന്നിട്ടില്ലെന്ന് ഉറപ്പിക്കാം. പിന്നെ 6.15 എടുത്തു, 6.18 എടുത്തു, 6.20 എടുത്തു, 21 എടുത്തു, 25 എടുത്തു. മതി, അത്ര ഒന്ന് എണ്ണി നോക്കട്ടോ. 1 2 3 4 5 6. ഓക്കെ, അവിടെ എട്ടെണ്ണെങ്കിലും നമുക്കിവിടെ 6 വാല്യൂ വരുന്നുള്ളൂ എഴുതുമ്പോ. അതായത് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോ. കാരണം എന്താ വെച്ചാൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. റിപ്പീറ്റേഷൻ വേണ്ട, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ. ഓക്കെ, ഇനി എനിക്ക് ഇതിന്റെ മിഡിൽ വാല്യൂ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ നമ്പർ ഓഫ് ടേംസ്? ഇപ്പൊ എന്താണ്? ഈവൻ ആണ്, ഇരട്ടയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു മിഡിൽ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇവിടുന്ന് കളഞ്ഞു, ഇതിനെ ഇവിടുന്ന് കളഞ്ഞു, ഇതിനെ ഇവിടുന്ന് കളഞ്ഞു, ഇതിനെ ഇവിടുന്ന് കളഞ്ഞു. രണ്ടെണ്ണം വരും. അപ്പൊ നമുക്ക് മിഡിൽ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടി അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അഥവാ ഇതിന്റെ ആവറേജ്, ഈ രണ്ട് വാല്യൂവിന്റെ ആവറേജ്. സോ 6.18 പ്ലസ് 6.20 divided by 2 and that is equal to നമുക്ക് നോക്കിയാൽ ഇത് എളുപ്പമല്ലേ? 6.18 ന്റെ 6.20 ന്റെ പകുതി എന്ന് പറയുന്നത് 6.19. സംശയിക്കാനൊന്നുമില്ല, അവിടെ ചെയ്തോ. 6.19. അത്രയും മീറ്റർ. ഇവിടെ മീറ്റർ ആയിരുന്നു, ഇവിടെ മീറ്റർ ആയിരുന്നു. അപ്പൊ മീന് കിട്ടി, മീഡിയൻ കിട്ടി. നോക്കാം, മീനും മീഡിയനും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ? ഇല്ല, ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. 6.17 6.19 വലിയ വ്യത്യാസമൊന്നുമില്ല, വലിയ ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ മീനും മീഡിയനും തമ്മിൽ ചേഞ്ച് ഇല്ലാത്ത സന്ദർഭങ്ങളുണ്ട് അല്ലെ? ഇവിടെ ആദ്യത്തെ ചോദ്യം ഉണ്ടായിരുന്നത് ചേഞ്ച് ഉണ്ടോന്നായിരുന്നു. ചേഞ്ച് ഇല്ല അല്ലെ? നോ സച്ച് ചേഞ്ച്, നോ ബിഗ് ചേഞ്ച് അല്ലെ? വൈ? അടുത്ത ചോദ്യം അതായിരുന്നു എന്തുകൊണ്ട്. എന്തുകൊണ്ടാ? വേറെ ഒന്നുകൊണ്ടല്ല, ഇതിലെ ഏറ്റവും ചെറിയ വാല്യൂവും ഇതിലെ ഏറ്റവും വലിയ വാല്യൂവും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, വലിയ അന്തരമൊന്നുമില്ല, ഏകദേശം അടുത്ത് കിടക്കുന്നതാ അല്ലെ? ഏകദേശം ബാലൻസ്ഡ് ആണ് ഈ ഡാറ്റ. അതന്നെ കാരണം. അതുകൊണ്ട് തന്നെ മീനും മീഡിയനും സെയിം ആയി വന്നിട്ടുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ലാതെ സെയിം ആയിട്ട് വരും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. അപ്പൊ നമ്മൾ മീന് കാൽക്കുലേറ്റ് ചെയ്താലും വിരോധമില്ല, മീഡിയം കാൽക്കുലേറ്റ് ചെയ്താലും വിരോധമില്ല. അല്ലാത്ത സന്ദർഭങ്ങളാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ഏത് തന്നെയാണ്? മീഡിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെയാണ്, മാധ്യമം കണ്ടുപിടിക്കുന്നത് തന്നെയാണ്. ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലെ? എങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് വേറൊരു ചോദ്യമുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിലെ 2015 സെപ്റ്റംബർ മാസത്തിലെ ഒരാഴ്ച പെയ്ത മഴയുടെ അളവ് സെന്റിമീറ്ററിൽ രേഖപ്പെടുത്തിയ പട്ടികയാണ് ചുവടെ കൊടുക്കുന്നത്. 66.7, 56.9 അങ്ങനെ കുറെ വന്നിട്ടുണ്ട് കേട്ടോ. കുറെ ഉണ്ട്, വായിക്കുന്ന വെച്ചാൽ കുറെ ഉണ്ട്, എഴുതുന്ന വെച്ചാൽ കുറച്ചുണ്ട്. അതുകൊണ്ടാണ് അത് എഴുതാത്തത്. ഓക്കെ, ഓരോ ജില്ലയിലും വന്നിരിക്കുന്ന മഴ. ഈ ആഴ്ചയിലെ കേരളത്തിലെ മഴയുടെ മധ്യമവും പിന്നെ മാധ്യവും കണക്കാക്കുക. മധ്യമത്തേക്കാൾ മാധ്യം കുറഞ്ഞത് എന്തുകൊണ്ടാണ്? മധ്യമത്തേക്കാൾ മാധ്യം കുറഞ്ഞിട്ട് അത്ര ഉത്തരം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നോക്കിയറിയാട്ടോ, ഈ ഡാറ്റ നോക്കിയറിയാം. ഇതിലെ ഏറ്റവും ചെറുതും ഇതിലെ ഏറ്റവും വലുതും തമ്മിൽ നല്ല ഡിഫറൻസിൽ കിടക്കുന്നുണ്ടായിരിക്കും. അതായിരിക്കും അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ആകെയുള്ള വാല്യൂസിൽ അത് തന്നെയാവും. അതായത് വളരെ കുറഞ്ഞ വാല്യൂസ് ചിലപ്പോൾ ഇതിൽ വന്ന് കിടക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് മീൻ എന്ന് പറയുന്നത് കുറയാനുള്ള കാരണം. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ ഈ കണക്ക് ചെയ്യണം. ഇതിന്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യണം, ഇതിന്റെ മീഡിയനും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ മീനും മീഡിയനും തമ്മിൽ ഡിഫറൻസ് വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഇപ്പൊ ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇത് ചെയ്യാൻ പഠിഞ്ഞാൽ മതി. എങ്ങനെ മീൻ കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെ മീഡിയം കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഉറപ്പുള്ളൊരു ചോദ്യമാണ് കേട്ടോ. മീൻ കാൽക്കുലേറ്റ് ചെയ്യാനും മീഡിയം കാൽക്കുലേറ്റ് ചെയ്യാനും ഒരു സംശയവും വേണ്ട, ഒരു ഡൗട്ടും വേണ്ട. അപ്പൊ ഇത് കൂട്ടാൻ പഠിക്കാം, ഹരിക്കാൻ പഠിക്കാം.
അതേപോലെ തന്നെ തന്നിരിക്കുന്നതിനെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പഠിക്കുക, മിഡില് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പഠിക്കുക. ഇത്രയും വേണ്ടു. സിമ്പിൾ പരിപാടി. പക്ഷെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു വളരെ രസകരമായ ഒരു അധ്യായം, ചാപ്റ്റർ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ ആൻഡ് മീഡിയൻ? ക്ലിയർ അല്ലേ? ഓക്കെ. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക മീൻ ആൻഡ് മീഡിയൻ? റെഡി അല്ലേ? രണ്ടും ആവറേജ് തന്നെയാണ്, അത് മനസ്സിലാക്കി. രണ്ടും ആവറേജ് തന്നെ, രണ്ട് വ്യത്യാസമുള്ള മെത്തേഡുകളാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു മൂന്നാമത്തെ ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? സമാന്തര ശ്രേണിയിലായ കുറെ സംഖ്യകളുടെ മധ്യമവും മാധ്യമവും തുല്യമാണെന്ന് തെളിയിക്കുക. ചെയ്യാൻ പറ്റും. സമാന്തര ശ്രേണിയിലായിട്ടുള്ള കുറെ സംഖ്യകൾ എടുക്കുക. കുറച്ച് സംഖ്യകൾ എടുത്താൽ മതിട്ടോ, കുറെ എടുക്കണ്ട. സൗകര്യത്തിന്. എന്നിട്ട് അതിന്റെ മീഡിയനും അതിന്റെ മീനും സെയിം ആണെന്ന് തെളിയിക്കുക. സംഖ്യകൾ എടുത്തിട്ട് ചെയ്യാം. ഇനി സംഖ്യകളല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വേറെ മെത്തേഡ് ഉണ്ട്. എന്താ മെത്തേഡ്? F+D, F+2D, F+3D അങ്ങനെ എടുത്തിട്ട് ചെയ്യാം അല്ലേ? അങ്ങനത്തെ ഒരു 8 എടുത്താൽ കൂടുതലൊന്നും എടുക്കണ്ട, ഒരു 8 എടുത്താൽ ഇത്ര വേണ്ടത്. അതാണ് സൗകര്യം അല്ലെ? അല്ലെങ്കിൽ 9 എടുത്തോ, കാരണം മിഡിൽ വാല്യൂ കൃത്യമായിട്ട് കിട്ടുമല്ലോ. 9 എടുത്തോ. എന്നിട്ട് അതിന്റെ മീനും അതിന്റെ മീഡിയനും സെയിം ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തു. മീൻ കാണാൻ എന്താ വേണ്ടത്? എല്ലാം കൂടി കൂട്ടിയിട്ട് അതിന്റെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മീഡിയം കാണാൻ എന്താ വേണ്ടത്? അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് മിഡിൽ വാല്യൂ കൊണ്ട് എടുത്താൽ മതി. ഡു ഇറ്റ് യുവർ സെൽഫ്. എന്നിട്ട് എനിക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അത് റെഡി. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ വീണ്ടും ഇതിന്റെ മറ്റൊരു കാര്യത്തിലേക്ക്, കുറച്ചും കൂടി വലിയ കാര്യത്തിലേക്ക് കടക്കാം. പോരെ? ഇന്നത്ര പോലെ? യെസ്. സോ ഓൾ ദ ബെസ്റ്റ്, ടേക്ക് കെയർ, ബൈ.